ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന അടിപൊളി സെറ്റപ്പാണ്. അതായത് നമ്മളിൽ പലർക്കും അറിയില്ല എന്താണ് ഈ സൊമാറ്റോ, എന്താണ് ഈ സ്വിഗ്ഗി. അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് വേണം, അല്ലെങ്കിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വന്നു, അപ്പോൾ കുറച്ച് അടിപൊളി ഫുഡ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അപ്പം ഉണ്ടാക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ചിലപ്പോൾ ചില ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എങ്ങനെ നമ്മൾ ഓൺലൈൻ വഴി നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാം എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ പല ആളുകളും ഞാൻ കണ്ടിട്ട് എന്താണ് ഈ സൊമാറ്റോ എന്ന് ചോദിക്കുന്ന, എന്താണ് സ്വിഗ്ഗി എന്ന് ചോദിക്കുന്ന ആൾക്കാർ, എങ്ങനെയാണിത്, എന്താണ് സംഭവം എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അത് ഓർഡർ ചെയ്യുക, നമ്മൾ വീട്ടിലേക്ക് എങ്ങനെ വരുത്താം, അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്വിഗ്ഗി എങ്ങനെ ഓർഡർ ചെയ്യാം എന്ന് നോക്കാം. സ്വിഗ്ഗിയിൽ എങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം സ്വിഗ്ഗി എന്നൊരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നമ്മളെ നമ്പർ കൊടുത്താൽ മതി. നമ്പർ കൊടുക്കുക, നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ നാട്ടിലുള്ള നമുക്ക് ലൊക്കേഷനിലുള്ള ഹോട്ടലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് വരും. അങ്ങനെ ഹോട്ടലുകൾ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്ത് പറ്റി, ഹോട്ടലുകൾ വന്നു. ഇത് കണ്ടോ, ഇത് മണ്ണാർക്കാട് സിറ്റിയിലുള്ള ഹോട്ടലുകളാണ് കാണിക്കുന്നത് കേട്ടോ. ഈ സ്വിഗ്ഗിയിൽ കാണിക്കുന്നത് ആദ്യം കാണിക്കുന്ന ചിക്പി, പിന്നെ മൗസി ബനാന ഓയിൽ മിൽക്ക്, അതേപോലെ യമ്മി ഫ്രൈഡ് ചിക്കൻ, KFC, ജ്യൂസി, ബാബ ചായ്, ലോക്കോ പിസ, ഹോട്ടൽ മെസ്ബാൻ, സ്മോക്കി, പാരമൗണ്ട് റെസ്റ്റോറൻറ്റ്, ഇങ്ങനെ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ ക്ലോസ്ഡ് ഫോർ ഡെലിവറി, ഇതിലൊന്നും ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഇതൊന്നും വരില്ല. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഇപ്പോൾ ഫ്രീ ഡെലിവറി, ഈ അവൈലബിളായി കാണുന്നത് കണ്ടോ, അതിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജ്യൂസി നോക്കാം. ജ്യൂസിയിൽ ഇവിടെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ജ്യൂസിയിൽ ഫ്രീ ഡെലിവറി ഉണ്ട്, ഡെലിവറി ചാർജ് ഇല്ല. അതായത് 37 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഡെലിവറി ചാർജ് ഇല്ല. അപ്പോൾ അതിൽ നമുക്ക് ജ്യൂസി ഐറ്റംസാണ് വേണ്ടത്. അതിൽ സ്നാക്സും ഉണ്ട്, ജ്യൂസ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതാണ് വേണ്ടതെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇവിടെ ഓഫർ കാണിക്കുന്നുണ്ട് കണ്ടോ, 10% ഓഫറാണ്. 150 രൂപയുടെ സാധനം എടുക്കുകയാണ്. അങ്ങനെയല്ല, 10% ഓഫർ. അപ്പോൾ 150 HSP ഫെസ്റ്റ്. അപ്പോൾ 499 രൂപയുടെ എടുക്കുകയാണെങ്കിൽ 150 രൂപ ഓഫർ, എക്സ്ട്രാ ഓഫർ. അങ്ങനെ ഓഫറുകൾ ഉണ്ടാവും, ഇവിടെ മുകളിൽ കാണിച്ചിട്ടുണ്ടാവും. ഇത് ആക്സിസ് ബാങ്ക് വഴിയാണെങ്കിൽ അങ്ങനെ ഒരു ഓഫർ, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്. ചിക്കൻ റോള് 130 രൂപ, റോയൽ ഫലൂദ 200 രൂപ. അപ്പോൾ നമുക്ക് ചിക്കൻ റോള് നമുക്ക് ഓർഡർ ചെയ്യാം. ചിക്കൻ റോളും സമൂനയും നമുക്ക് ഓർഡർ ചെയ്യാം. ഒരു ചിക്കൻ റോളും പിന്നെ ഇവിടെ സമൂന, 2 സമൂനി, പിന്നെ ജ്യൂസ് ഐറ്റംസ് വേണമല്ലോ, വാട്ടർ മെലൺ ജ്യൂസ്, അത് 2 എണ്ണം. അപ്പോൾ ഇതിപ്പോൾ 5 ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡറല്ല, കാർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിൽ ഇൻസ്റ്റാൻറ്റ് ഓഫർ 30%. അപ്ലൈ കൊടുക്കുക. പിന്നെ ആഡ് 1 ലൈറ്റ് ടു കാർട്ട്, 8 ഫ്രീ ഡെലിവറീസ് 159 ഫോർ 1 മന്ത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത നമ്മൾ കാർട്ടിൽ വരുത്തിയ സാധനങ്ങളാണ് ഈ കാണുന്നത്. ചിക്കൻ റോള് 1, ചിക്കൻ സമൂന 2, വാട്ടർ മെലൺ ജ്യൂസ് 2. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ വരുത്തിയത്, നമ്മൾ ഓർഡർ കാർട്ടിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ കൂപ്പണ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. നമുക്ക് എൻ്റർ കൂപ്പൺ കൂടെ. ഇനിയിപ്പോൾ നമ്മൾ കൂപ്പണില്ല എങ്കിൽ നമുക്കിതിലേതെങ്കിലുമൊക്കെ ഒരു ഗെറ്റ് അപ് ടു 100 രൂപ ക്യാഷ് ബാക്ക് ആമസോൺ പേ വഴി ചെയ്യുകയാണെങ്കിൽ 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഫെഡറൽ ബാങ്കാണെങ്കിൽ 150 രൂപ. അങ്ങനെ പല പല ഓഫറുകളാണ് അവർ കാണിക്കുന്നത്. പിന്നെ 22 ഓൺ ദിസ് ഓർഡർ ഓൺ ലൈറ്റ്
അത് 1 മന്തിൻ്റെ അങ്ങനെ ഒരു ഓഫറാണത്, എക്സ്ട്രാ ഓഫർ. പിന്നെ ഇതാ ഇതിൽ കാണുകയാണ് സ്റ്റാൻഡേർഡ് 30-35 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തും എന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ടു പേ 630 30 രൂപ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ചാർജുകൾ കാണിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് 600 രൂപ. അതായത് നമ്മൾ 30 രൂപ ഓഫർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഡെലിവറി ഫീ 3.7 കിലോമീറ്ററിന് 22 രൂപ. മേക്ക് ഇറ്റ് ഫ്രീ. ഇപ്പോൾ GST 29.99, അതായത് 30 രൂപ തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ പേ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ അഡ്രസ്സാണ് ചോദിക്കുക അവരെ. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്താണുള്ളത്, അങ്ങനെ സ്ഥലം നമ്മുടെ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുക. അങ്ങനെ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പേ ചെയ്യാനുള്ള ഓപ്ഷനാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനെന്തായാലും എനിക്ക് അത്രയും സാധനങ്ങളൊന്നും ഞാൻ വാങ്ങുന്നില്ല, അതുകൊണ്ട് ഞാൻ പേ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഓർഡർ ആയി എന്നാണ് തോന്നുന്നത്. നോട്ട് കംപ്ലീറ്റ് എനി എമൗണ്ട് ഡിസേബിൾ UPI, കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ചോദിക്കും കേട്ടോ. ഇത് പേ ചെയ്ത് കഴിഞ്ഞാൽ സ്വിഗ്ഗി UPI ഇത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ മാപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമ്പർ ചോദിക്കും, നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും അതിൽ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ സ്വിഗ്ഗിയിൽ നമ്മൾ ഓർഡർ ചെയ്യുക. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ട് അവർ വിളിക്കും. ലൊക്കേഷൻ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ ആ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ട് അവർ വിളിക്കും നമ്മളെ. ഇനി നമുക്ക് സൊമാറ്റോയിൽ എങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം സൊമാറ്റോ എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതേപോലെ ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ നമ്പർ ചോദിക്കും. ആദ്യം തന്നെ അലോ സൊമാറ്റോ ആക്സസ് ഡിവൈസ് ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ ഓൺലി ദിസ് ടൈം കൊടുക്കുക. അങ്ങനെ കൊടുത്ത് പിന്നെ നമ്പർ ആയിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ നമ്പർ ചോദിക്കുമ്പോൾ നമ്മളെ നമ്പർ കൊടുക്കുക. നമ്മൾ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ OTP വരും. ആ OTP ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും വരിക. ഇതുപോലെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടൽ, കഫേ ഒക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ KPM സെലക്ട് ചെയ്യാം. KPM ഫാമിലി റെസ്റ്റോറൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ പൊറോട്ട 15 രൂപയാണ്, ചിക്കൻ ബിരിയാണി 130 രൂപ. അപ്പോൾ വില ബ്രോസ്റ്റഡ് ചിക്കന് 284, ചില്ലി ചിക്കൻ 157. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ചിക്കൻ ബിരിയാണി ഹാഫാണ് വേണ്ട വെച്ചാൽ ഹാഫ്, ഫുള്ളാണ് വേണ്ട വെച്ചാൽ ഫുള്ള്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് 2 ഐറ്റം സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ അഡ്രസ്സ് ആണോ അത് വേറെ ആരുടെയെങ്കിലും അഡ്രസ്സാണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എറണാകുളം ഒരാളുടെ അഡ്രസ്സിലാണോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇതെന്തോ നെറ്റ്വർക്ക് ഡൗൺ ആയിട്ട് സംതിങ് റോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈ സാധനം ഐറ്റംസ് നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് നമ്മൾക്ക് അതിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് പേ ചെയ്യാൻ അഡ്രസ്സ് ചോദിക്കും. ആദ്യം അഡ്രസ്സാണ് സൊമാറ്റോയിൽ ചോദിക്കുക. അങ്ങനെ നമ്മൾ അഡ്രസ്സ് കറക്റ്റ് ചെയ്യുക. ഇനി പേ ചെയ്യാൻ പറയും. പേ ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി ചെയ്യാൻ വരുന്ന ഡെലിവറി ബോയ് വരുമ്പോൾ അയാളുടെ കയ്യിൽ വേണമെങ്കിൽ ക്യാഷ് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ സൊമാറ്റോ, അതുപോലെ തന്നെ സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞ ഈ സംഭവങ്ങൾ. ഇത് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇത്
നിങ്ങൾ പലർക്കും അറിയുന്നവരുണ്ടാവും കേട്ടോ. ഡെയിലി ഇങ്ങനെ ഓൺലൈനിലായിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നവരുണ്ടാവാം. ഇത് തീരെ അറിയാത്തവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ അടിപൊളി വീഡിയോകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.